1996 മാത്രമല്ല 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് LDF-നെയായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF-നെ പിന്തുണച്ചിട്ടുണ്ട്. KPA മജീദ് നിയമസഭയിൽ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനമാണ്, ഹിന്ദുത്വ കക്ഷികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയാണെന്ന്. അന്ന് LDF-ന്റെ നിലപാട് ഇതായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIM-ഓ LDF-ഓ സ്വീകരിച്ചിട്ടില്ല. അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് CPIM-നും LDF-നും നേരത്തെയുള്ളത്, ഇപ്പോഴുമുള്ളത്. അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അബ്ദുൾ അസീസുമായി താങ്കൾ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ ജമാഅത്തെ ഇസ്ലാം ആരിഫ് അലിയുമായി കോടിയേരി ബാലകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, KT ജലീലിനൊപ്പം കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ അവരിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ചകളൊക്കെ ഈ വർഗീയവാദികളുമായിട്ടായിരുന്നില്ലേ? ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാരിറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാരിറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ, അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങൾ എതിർക്കുകയല്ലേ, നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ. ആ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകേണ്ടത്? ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ. അന്നുമില്ല ഇന്നുമില്ല.